ഹായ്, ഞാനിത് എനിക്ക് വേണ്ടി എടുക്കുന്നൊരു വീഡിയോസാണ്. കാരണം വന്ന വഴി മറക്കരുത്, വന്ന വഴി ഞാനും മറക്കരുത്, വന്ന വഴി മറക്കരുതെന്ന് വെച്ചിട്ട് ഒരു മെമ്മറീസിന് വേണ്ടി എടുക്കുന്ന വീഡിയോസാണ്. ഞാൻ 8ാം ക്ലാസ്സോടെ എനിക്ക് എല്ലാം നഷ്ടപ്പെട്ട് തനിച്ചായി, എല്ലാം ആരുമില്ലാത്തൊരു നിമിഷം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ വന്നത് തമിഴ്നാട് ജോലിയാണ്. ആ സമയത്ത് 40 രൂപ ശമ്പളത്തിൽ നിന്നും വാടക കൊടുക്കാൻ വഴിയില്ലാതെ ഒരു ചെറിയൊരു റൂമിൽ വന്നു. അതിൽ കുറച്ച് വളമൊക്കെ തേച്ചിട്ട് അങ്ങനെയാണ് ഇരിക്കേണ്ട റൂമാണ് തമിഴ്നാട്. പക്ഷെ വരുമ്പോൾ നമുക്കൊരു മാതിരി ഉണ്ടായിരുന്നു. പിന്നീട് ഞാൻ അതിൽ ആ റൂം എൻ്റെയാണെന്ന് വിചാരിച്ച് പിന്നെ ചെയ്യുമ്പോൾ നമുക്കത് സന്തോഷം തന്നു. ആ റൂമിൽ ചെറിയ പായൊക്കെ വിരിച്ചിട്ട് കിടക്കേണ്ട അവസ്ഥയൊക്കെ സമയത്ത് വന്നിട്ടുള്ളപ്പോൾ അവിടെ നിന്നും ഞാൻ എൻ്റെ നാട്ടിൽ സ്ഥലം വാങ്ങിച്ചു, വീട് വെച്ചു, പഠിച്ചു. 8ാം ക്ലാസ്സിൽ നിന്നും 10th +2 ഒക്കെ എടുത്ത് കുറച്ച് പഠിക്കാൻ തെറാപ്പിസ്റ്റൊക്കെ ആയിട്ട് പഠിച്ചു. തമിഴ്നാട് എനിക്ക് എന്നും എൻ്റെ ജീവിതവും ജീവനും നിലനിർത്തിയ ഒരു എൻ്റെ ഹാർട്ട് ടച്ച്. ജനനം കേരളമാണെങ്കിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട നാടാണ് തമിഴ്നാട്. അത് തിരുപ്പൂർ. എൻ്റെ ജീവിതത്തിൽ എന്നെ ഉയർത്തിക്കൊണ്ടുവന്ന നാട്, എന്നെ എപ്പോഴും കൈവിടാതെ എന്നെ ഉയർത്തിക്കൊണ്ടുവന്ന നാടാണ് തിരുപ്പൂർ. അതിന് ഞാൻ ഒരിക്കലും മറക്കില്ല. കാരണം ഞാൻ ഒരുപാടധികം കഷ്ടം അനുഭവിച്ച് ഒറ്റയ്ക്കിരിക്കേണ്ട അവസ്ഥ വന്ന്, ആരുമില്ലാത്ത ഒറ്റയ്ക്കിരിക്കേണ്ട വന്ന് ഇവിടെ നിന്നും കിട്ടുന്ന ശമ്പളത്തിന് വാടക കൊടുത്ത് ഫുഡ് കഴിച്ച് നമ്മുടെ നാട്ടിൽ സ്ഥലം വാങ്ങിച്ച് ഇപ്പം നാട്ടിൽ സെറ്റിലാവുന്നു. അപ്പോൾ ഇവിടുത്തെ പൈസ ഇല്ലെങ്കിൽ ഞാൻ ജീവിതത്തിൽ മുന്നോട്ട് വന്നിട്ടുണ്ടാവില്ല. എനിക്ക് 100% വിശ്വാസം. ഇവിടുത്തെ പൈസ ഇല്ലെങ്കിൽ ജീവിതത്തിൽ മരിച്ചിട്ടുണ്ടാവും. അതാണ് അവസ്ഥ. അപ്പം എൻ്റെ ഒരു ഇവിടുത്തെ സ്ഥലങ്ങളുടെ എൻ്റെ ലൈൻ വീട്, അതിൻ്റെ ഒരു വീഡിയോസ് ഞാൻ എടുക്കണം. എനിക്ക് യൂട്യൂബിലൊക്കെ ഇടണമെന്നൊരു ആഗ്രഹം ഉണ്ടാകും. കാരണം അത് എപ്പോഴും ഉണ്ടാവുമല്ലോ. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണാം, വന്ന വഴി മറക്കും. കാരണം ഇനി വരുന്ന ജീവിതം എങ്ങനെയാണെന്ന് അറിയില്ല. ചിലപ്പോൾ ഹൈ ലെവലായിരിക്കാം, ചിലപ്പോൾ താഴ്ച വരാം. അപ്പം എന്നും മറക്കരുതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോസ് എടുക്കുന്നത്. ഫസ്റ്റ് എൻ്റെ കോമൗണ്ട്. ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുകയാണ്. എനിക്ക് ഏറ്റവും അധികം ഹാപ്പിയാണ്. കാരണം കുറേ ഇവിടെ വന്നിട്ട് ഞാൻ വാടക വീട് കാലിയാക്കാൻ വന്നതാണ്. അപ്പം എൻ്റെ ഹൗസ് ഓണർ പറഞ്ഞു, നീ കാലിയാക്കല്ലേ, നീ ഇടയ്ക്കിടയ്ക്ക് വാടക ഇരുന്നാലും കുഴപ്പമില്ല, നീ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരണം, മാസത്തേക്ക് ഒരിക്കൽ ഇങ്ങനെയെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ ചെയ്യണമെന്ന് അറിയാതെ ഇരിക്കുകയാണ്. കാലിയാക്കുന്നില്ല എന്ന് വെച്ചിട്ട് മാസത്തിന് ഒരിക്കൽ ഇങ്ങോട്ട് വരാം. ഇതാ റോഡാണ്. പിന്നെ ഇത് ഉള്ളോട്ട് വരുന്നത്. ഇത് വരുമ്പോൾ ഫസ്റ്റ് ഗുഹവാൾ തോന്നി. ഫസ്റ്റൊക്കെ ഇവിടെ ഒക്കെ നിറയെ ഓലയൊക്കെ മേഞ്ഞിട്ടേ ഗുഹവാൾ തോന്നി. പിന്നെ 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 ഓക്കെ, പിന്നെ ഇതൊക്കെ ഓക്കെ. ഇതാ ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ഇന്നലെ വന്ന് ഇവിടെയൊക്കെ അടിച്ചു വിട്ടതാണ്. ഇതൊക്കെ പൊട്ടായി കിടക്കാണ്. കാരണം ഒക്കെ വീണിട്ടേ, ഇതൊക്കെ വീണ്. ഇവിടെയൊക്കെ മരം ഉണ്ടായിരുന്നു, ഒക്കെ വീണു. ഞാൻ ഇന്ന് വരുമ്പോൾ ഫുള്ള് പുല്ലൊക്കെ പൊത്തി. ഞാനൊക്കെ ഇവിടെ വൃത്തിയാക്കുമായിരുന്നു. ഇവിടെ ഞാൻ എപ്പോഴും വൃത്തിയാക്കി വയ്ക്കും. ഞാൻ വെച്ച മാതളങ്ങ അതിനെയൊക്കെ മുറിച്ചിരിക്കുന്നു. പിന്നെ കറുകാപ്പല അതൊക്കെ വെച്ചിട്ട് ഇവിടെ തമിഴ്നാടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിത് ഹാപ്പിയാണ്. ഇത് സ്വർഗമാണ്. കാരണം എൻ്റെ ലൈഫിൽ ഞാനാക്കി കൊണ്ടുവന്നത് ഇത് എൻ്റെ റൂം. ഞാൻ അടിച്ചു വിട്ടിട്ടും കൂടില്ല. ഇന്ന് രാത്രി വന്നാണ്. ഇവിടെ നോക്കുമ്പോൾ എൻ്റെ ചെരുപ്പുകൾ സൈഡിൽ വയ്ക്കുക. എൻ്റെ ഡ്രമ്മിൽ പൊടിയൊക്കെ പിടിച്ച് കിടക്കുകയാണ് പാവം. ഇതാ ഈ റൂമിൽ നിന്നിട്ടാണ് ശ്രീജിത്ത് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് പായൊക്കെ വെച്ച് ഇതൊക്കെ വെച്ചിട്ട്, ഇതാണ് എൻ്റെ ഒരു ചെറിയ റൂമൊക്കെ വെച്ചിട്ടുള്ളത്. ഇതൊക്കെ വെച്ച് ഇങ്ങനെയായിരുന്നു എൻ്റെ ജീവിതം തുടങ്ങിയ നിമിഷങ്ങൾ. ഇപ്പം ദൈവാനുഗ്രഹത്തിൽ അത്രയും കുഴപ്പമില്ല. പക്ഷെ ഞാൻ ഇന്നലെ ഇവിടെ വന്ന് കിടന്നുമ്പോൾ സുഖത്തിൽ ഉറങ്ങി. കാരണം 4-5 മാസം ഇവിടെ ഇല്ലായിരുന്നു. നമ്മുടെ നാട്ടിൽ ജോലി കിട്ടിയപ്പോൾ അങ്ങോട്ട് പോയതാണ്. അപ്പോൾ പഠിച്ചത് ആയുർവേദ തെറാപ്പിസ്റ്റ് പഠിച്ചപ്പോൾ അവിടെ കിട്ടിയപ്പോൾ അങ്ങോട്ട് പോയതാണ്. പക്ഷെ ഇത്രയും എനിക്ക് ഇവിടെ വന്ന് കിടക്കുമ്പോൾ കിട്ടുന്ന സുഖം വളരെ ഹാപ്പിയാണ് ഞാൻ. ബിക്കോസ് എനിക്ക് ജീവിതം തന്നത് കേരളമാണെങ്കിലും മദർ
അതാണ് നമുക്ക് ജനനം തന്നത്. പക്ഷെ ജീവിതവും മരിക്കാതിരിക്കുന്ന എന്നെ ഹാപ്പി ആക്കിയത് തമിഴ്നാടാണ്. ബിക്കോസ് ആ നന്ദി എപ്പോഴും എനിക്ക് ഉണ്ടായിരിക്കും. ഇവിടുന്ന് ഇന്നലെ രാത്രി വന്നൊന്ന് പോകാതെ വെച്ചാണ്. ഇന്ന് ഒരു ദിവസം കൂടെ സ്റ്റേ ചെയ്യാനൊരു ആഗ്രഹം വന്നു. ഞാൻ എന്തായാലും അടുത്ത മാസമല്ലേ ജോയിൻ ചെയ്യുന്നുള്ളൂ. ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് തമിഴ്നാട് പ്ലീസ്. പക്ഷെ വന്ന വഴി ഒരിക്കലും ആരും മറക്കരുതെന്ന് വെച്ചിട്ടാണ്. ബാത്റൂമൊക്കെ അവിടെ ഇരുന്നത് അതൊക്കെ ഇടിഞ്ഞു പോയി. ബാത്റൂമൊന്നും ഇല്ലാതെ ഞാൻ കുളിച്ചാണ്. അവിടെ ബാത്റൂമോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഞാൻ ഹാപ്പിയാണ്. ഹാപ്പി വെച്ച് കഴിഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ഹാപ്പിയാണ്. താങ്ക് യു. ഇത് എനിക്കും വേണ്ടി മെമ്മറിക്ക് വേണ്ടി എടുക്കുന്ന വീഡിയോസാണ്. പിന്നെ കുറേ പേര് മറ്റുള്ളവർ എന്ത് വിചാരിക്കും, ഈ വീടൊക്കെ കാണിച്ചാന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഞാൻ ഹാപ്പിയാണ്. കാരണം തമിഴ്നാട് ഞാൻ റൂം വാടകയ്ക്ക് എടുക്കുമ്പോൾ ഈ റൂമിന് വാടക എത്ര അറിയോ? വെറും 300 രൂപയ്ക്ക് ഞാൻ വന്നതാണ്. വെറും 300 രൂപയ്ക്ക്. ഇപ്പോൾ വാടക 500 രൂപയായിട്ട്. ഞാൻ 15 വർഷം ഈ റൂമിൽ ഇരുന്നിട്ടാണ് ഞാൻ കഷ്ടപ്പെട്ട് നാട്ടിൽ നല്ല സ്ഥലം വാങ്ങിച്ച് വീടൊക്കെ വെച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് കിട്ടുന്ന പൈസയിലാണ്. കാരണം നമ്മൾ വീണ താങ്ങാനോ ആരുമില്ല. ഒറ്റയ്ക്ക് ഇട്ട ഡ്രസ്സോടെ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ വന്നതാണ് ഞാൻ. അപ്പം അതിൻ്റെ ഒരു ഹാപ്പിനെസ്. താങ്ക് യു.